നന്നായിട്ടുണ്ടല്ലോ, ഒന്നാം തരം കവിത. ഇത് കുട്ടിയുടെ ആദ്യത്തെ കവിതയാണോ? അല്ല, മുൻപ് എഴുതിയിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടില്ല. കവിതയുടെ കൂമ്പടഞ്ഞു പോയി എന്ന് നിരൂപരെല്ലാം പറയാറില്ലേ? അത് തെറ്റാണ്. ഇതുപോലുള്ള കൂമ്പുകൾ മുട്ടിട്ട് വരുമ്പോൾ എന്താ കുട്ടിയുടെ പേര്? വനിത. വനിത, മഹിള, സ്ത്രീ, പെണ്ണ്. നിന്നെ പോലെയുള്ള സുന്ദരി കുട്ടികൾ കവിത എഴുതണം, എഴുതിയേ തീരൂ. നിങ്ങളുടെ കവിതകളും സുന്ദരമായിരിക്കും. അതങ്ങനെ വരൂ. ഈ കവിത ഞാൻ പ്രസിദ്ധീകരിക്കാം. താങ്ക് യു സർ. കുട്ടി ഇനി എഴുതണം, ധാരാളം എഴുതണം. പക്ഷെ എഴുതുന്നത് കണ്ട അലവിലാതി മാസികക്കൊന്നും അയച്ചു കൊടുക്കരുത്. എല്ലാം ഞാൻ പ്രസിദ്ധീകരിക്കാം. ഇവിടെ വന്നാ മതി. ഈ കൈകൊണ്ടല്ലേ ഈ കവിത എഴുതിയത്? ഈ എഡിറ്റർ എൻ്റെ ഒരു അടുത്ത സുഹൃത്താ. പക്ഷേ എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പിന്നീട് കവിതകൾ പ്രസിദ്ധീകരിക്കണമെന്ന ആഗ്രഹം മനസ്സിൽ നിന്നും വിട്ടുപോയി. എങ്കിലും ധാരാളം എഴുതി. ദുഃഖഭാരമേറുമ്പോൾ എഴുതാതിരിക്കാൻ കഴിഞ്ഞില്ല. എന്റെ വീട് ഒരു നരകമായി മാറുകയായിരുന്നു. അച്ഛനും അമ്മയും നിതാന്ത ശത്രുക്കളെ പോലെയാ പെരുമാറിയിരുന്നത്. എന്റെ സഹോദരൻ മയക്കുമരുന്നുകളുടെയും മദ്യത്തിന്റെയും അടിമയായി കഴിഞ്ഞിരുന്നു. മോഹന, നീ അത് കൊണ്ടുപോകരുത്. അത് കൊണ്ടുപോകരുത്. നീ കൊണ്ടുപോകരുത്. ഇതെവിടെ കൊണ്ടുപോകുന്നോ? വിൽക്കാൻ അല്ല. എവിടാ? എനിക്കിത്ര കാശിന്റെ ആവശ്യമുണ്ട്. എനിക്ക് തരാൻ മാത്രം ഇവിടെ ആരും കാശില്ലല്ലോ. എന്നോട് കളിച്ചാണ്ടല്ലോ, മാറിയില്ലേ? ആ, ഇനി അങ്ങേരായി. ഇവിടെ ഇതൊന്നും വന്നാ പോരാ. ഇത് കേട്ടാത്തൊന്നും ബാക്കിയുള്ളവരുടെ കുറ്റം കൊണ്ടാണെന്ന്. അതേടി, പിള്ളേരെ വളർത്താൻ പഠിക്കണം. വളർത്തിയതിന്റെ കുറ്റമാ. എടോ, താനാണോ എന്നോട് വളർത്തിയതിനെ പറ്റി കുറ്റം പറയുന്നത്? ഭാര്യയ്ക്കും പിള്ളേർക്കും ചെലവിന് കൊടുക്കാൻ വകയില്ലാതെ വീട്ടിൽ കയറി കുത്തിയിരിക്കുന്ന താനാണോ എന്നോട് പറയുന്നത്? എലിസബത്തെ, ഈ വീട് പിടിച്ചത് നീ ഒരുത്തിയ. എന്നെ കൊണ്ടൊന്ന് പറയിക്കരുത്. നാണം കിട്ടാനി, എനിക്ക് കളി കഴിയുന്നുണ്ട്. മതിയടി. അച്ഛൻ എങ്ങും പോകാതെ വീട്ടിൽ തന്നെ കുത്തിയിരിപ്പായി. അമ്മ മിക്കവാറും എന്നും രാവിലെ വീട്ടിൽ നിന്നും പോകും. പരിചയക്കാരോടൊക്കെ നടന്ന് കടം വാങ്ങും. കടക്കാർ വീട്ടിൽ നിന്ന് ഇറങ്ങാത്തൊരവസ്ഥയായി. ഇതെന്തോ ഇടപാടാ സേതുമാധവ? തരാനുള്ള കാശ് ചോദിക്കുമ്പോ തല മറ്റേടത്തോട്ട് വെച്ചോണ്ടിരുന്നാ മതിയോ? താൻ എന്തെങ്കിലും ഒരു സമാധാനം പറ. ഞാൻ എന്ത് പറയാന്? ഓ, അത് ശരി. എന്നാലേ ഞാൻ ഇനി അയൽപക്കക്കാരോടോ മറ്റോ ചോദിക്കാം. മര്യാദ കെട്ട മനുഷ്യര്. എന്തിനാ മാത്യൂസ് അനാവശ്യം പറയുന്നത്? നിങ്ങൾ എന്തിനാ എന്നോട് ഇതൊക്കെ പറയുന്നത്? ഞാൻ നിങ്ങളോടൊന്നും വാങ്ങിയിട്ടില്ലല്ലോ. ഓ, അത് ശരി. താൻ എന്നോട് വകുപ്പും ചുട്ടും പറയാ. മേടിച്ചോണ്ട് പോയ വരുത്തിയുണ്ടല്ലോ, താന്റെ ആ പെണ്ണുമ്പിള്ള. അവളെവിടെ? താൻ ഇന്നെന്റെ തനിനിറം കാണും. കേറി വരേടാ ഇങ്ങോട്ട്. നിങ്ങൾ ഈ ഫർണിച്ചറൊക്കെ എടുത്ത് താഴെ കൊണ്ടുപോയി. നീ ഒരു ലോൺ എടുത്തുണ്ടോ? എല്ലായിടത്തും ഏട്ടാ, എണ്ണിച്ചുണ്ടാക്കിയ കാശ. അങ്ങനെയെങ്കിലും ഒന്ന് മുതലാട്ടെ. മോഹന, മോഹന, ആ മാട്രസ് വന്ന് ഫർണിച്ചറൊക്കെ എടുത്തോണ്ട് പോകുന്നു. കൊണ്ടുപോട്ടെ. അതിന് മോളെ കൊണ്ടുപോകില്ല, ഒടിഞ്ഞു പോകുന്നത്. എന്റെ ഇവിടെ ഇതെവിടെ കൊണ്ടുപോവാ? വെക്കണോടെ. ഇവിടെ ചോദിക്കാനും പറയാനും ആരില്ലെന്ന് വിചാരിച്ചോ? ഇറങ്ങണോ വിളി? ഇറങ്ങാൻ. ഞാനെന്ന് എന്റെ അടുക്ക വേണ്ട, ഞാൻ രണ്ട് കൽപ്പിച്ചെന്നാ. എടുക്കണോ? വെക്കണോ അവിടെ? ഇവിടെ വെക്കണോ അവിടെ? എന്താണേ? എന്തിനാ ചൂടാവുന്നേ? അവരെ കൊണ്ട് പോട്ടെന്നേ. മാത്യൂസേ, നിങ്ങൾ ഒന്ന് ക്ഷമിക്കും. അടുത്ത ആഴ്ച ഞാൻ എങ്ങനെയും രൂപ ഉണ്ടാക്കി തരാം. ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് നാളെത്രയായി? കിട്ടാ പോകലോ. തന്റെ സൗജന്യം ഒന്നും ഇവിടെ വേണ്ട. എടുത്തോണ്ട് പോ. എങ്ങനെയൊക്കെയോ നാളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നു. ഞാൻ കോളേജിലെ പഠിത്തം പൂർത്തിയാക്കി. അവസാന വർഷത്തെ പരീക്ഷ എഴുതിയിട്ടിരിക്കുന്ന സമയമായിരുന്നു അത്. അമ്മ ദിവസവും വീട്ടിൽ നിന്നും പോയാൽ വളരെ ഇരുട്ടിയിട്ടായിരിക്കും തിരിച്ചെത്തുക. അമ്മ എവിടെ പോയിരുന്നുവെന്ന് അച്ഛൻ അന്വേഷിച്ചതുമില്ല. ഒരു ദിവസം ചേച്ചി, ഞാൻ പോട്ടെ. വാ സുരേഷ്. ഇല്ല, അതല്ല, ഇപ്പൊ കയറിയ ശരിയാവില്ല. ഇനി ഒരിക്കലാവാം. ഇത് വനിത, മൂത്ത മോള. ഇത് സുരേഷ്. ഹലോ. എടി, മോഹൻ വന്നില്ലേ? ഇല്ല. ഞാൻ പോട്ടെ ചേച്ചി. വാ സുരേഷ്, എന്റെ ഹസ്ബൻഡിനെ പരിചയപ്പെടണ്ടേ? അച്ഛനെവിടെടി? ഞാൻ പോണു ചേച്ചി. നിൽക്കൂ. ഇയാൾ ആരാണെന്ന് അറിയാമോ? സുരേഷ്, നമുക്ക് ചെലവിന് വരുന്ന ആളാ. ഞാൻ നാളെ വരാം. നോ.
ഐ എം സുരേഷ്. മിസ്റ്റർ സേതുമാധവൻ, ബഹളം ഉണ്ടാക്കരുത്. മോശമല്ലേ? നീ പോടാ. ശരി, പോവാ. 24 കൊല്ലമായി ഞാനിത് അനുഭവിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് മടുത്തു. മതി, ഞാൻ പോകണോ? പോയി തൊലയിടി എവിടെയെങ്കിലും. മടുത്തു മോളെ, മടുത്തു. അന്ന് പോയതാ. പിന്നീട് ഞാൻ അമ്മയെ ഇതുവരെ കണ്ടിട്ടില്ല. അതിന്റെ 3-ാം ദിവസം രാവിലെ ഞാൻ അച്ഛന്റെ മുറിയിൽ ചെല്ലുമ്പോ അച്ഛ കാപ്പി. അച്ഛ 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 മോഹന അച്ഛ. ആത്മഹത്യയായിരുന്നു അല്ലേ? ജീവിതം കൂടുതൽ ദുസ്സഹമായി. വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായി. മോഹൻ വല്ലപ്പോഴും എങ്ങാനും വീട്ടിൽ വന്നാലായി. ഒരു ജോലി എന്തെങ്കിലും കിട്ടുമോ എന്ന് ഞാൻ ശ്രമിച്ചു നോക്കി. ഒരു സഹകരണ ബാങ്കിൽ നിന്നും ഒരു ഇന്റർവ്യൂ കാർഡ് വന്നു. റെക്കമെൻഡേഷൻ ഇല്ലാതെ കിട്ടില്ലെന്ന് എല്ലാവരും പറഞ്ഞു. ബാങ്കിന്റെ ചെയർമാൻ സ്ഥല MLA ആയിരുന്നു. പണ്ട് അച്ഛന്റെ ബിസിനസ് നല്ല നിലയിലായിരുന്നപ്പോൾ അയാൾ വീട്ടിൽ വന്ന കാര്യം ഞാൻ ഓർത്തു. ഫോൺ ചെയ്തപ്പോൾ നേരിൽ ചെന്ന് കാണാൻ പറഞ്ഞു. ഞാൻ മോഹനെയും കൂട്ടിപ്പോയി. അന്ന് എന്നോട് പറഞ്ഞതേ 2 ആഴ്ച കഴിഞ്ഞു. അകത്തേക്ക് പോയിക്കോളൂ. വനിതാ എസ് നായർ അല്ലേ? അതെ. നായര് മാത്രമല്ല സാറേ, അമ്മ ക്രിസ്ത്യാനിയാ. അല്ല, അതറിയാം. അതുകൊണ്ടാണല്ലോ പാലോട സാറിന് ഇക്കാര്യത്തിൽ ഇത്രയും വലിയ താല്പര്യം. എന്നാ പിന്നെ അകത്തേക്ക് എന്നാട്ടെ. സാറിന് ഉടനെ വെളിയിൽ പോകണമെന്നാ പറയുന്നത്. ദേ, ആപ്ലിക്കന്റ് മാത്രം പോയാൽ മതി. ഇതാരാ? എന്റെ ബ്രദറാ. ആ, താൻ എവിടെ ഇരിക്കും. ആ കുട്ടി പോയി കാര്യം പറഞ്ഞിട്ട് വരട്ടെ. അല്ല, ഞാൻ കൂടെ പോവാം. അതിനെന്താ? ഡോഡോ, തനിക്കാണോ ജോലി വേണ്ടത് അതോ ഈ കുട്ടിക്കാണോ? ആ, ജോലി അവക്ക് തന്നെ. ആ, എന്നാ കുട്ടി പോയി കാര്യം പറഞ്ഞിട്ട് വരട്ടെ. താൻ എവിടെ ഇരിക്കും. മോഹന, നീ ഇവിടെ ഇരിക്കെ, ഞാൻ പോയിട്ട് വരാം. സാർ, ഓ, ഗ്രാജുവേറ്റ് ആണല്ലേ? അതെ. റെസിറ്റേഷൻ പാടുവോ? ഞാൻ തന്നെ എഴുതിയ വരികളാ. ഓഹോ, അപ്പൊ കവിത എഴുതും. കൊള്ളാം. ഞാൻ നമ്മുടെ രാജ്യത്തിന്റെ ഒരു സ്ഥിതി ആലോചിക്കുകയായിരുന്നു. BCom ഫസ്റ്റ് ക്ലാസ്, കവിത എഴുതും, ചെറുപ്രായം. പറഞ്ഞിട്ട് എന്ത് കാര്യം? ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ ക്ലർക്കിന്റെ പണി കിട്ടണമെങ്കിൽ റെക്കമെൻഡേഷൻ വേണം. ഞാൻ തന്നെ കുറ്റം പറഞ്ഞതല്ല. ഏതായാലും ഇങ്ങോട്ട് വന്നത് നന്നായി. ഫസ്റ്റ് ക്ലാസ്സുകാരൻ പുറത്ത് നിൽക്കുമ്പോ 3rd ക്ലാസ്സുകാരൻ ജോലിയും കൊണ്ട് പോകുന്ന കാലമല്ലേ? നാളെ അല്ലേ ഇന്റർവ്യൂ? ഒന്ന് ഞാൻ തല കാണിച്ചേര്. ജോലി കിട്ടി. ഞാനല്ലേ പറയുന്നത്. താങ്ക് യു സാർ, താങ്ക് യു. അപ്പോയിന്റ്മെന്റ് ഓർഡർ കൈ കിട്ടുന്നത് വരെ താങ്ക് യു സാർ, നമസ്കാരം സാർ. ഏയ്, ഞാൻ കുട്ടിയുടെ കാര്യമല്ല പറഞ്ഞത്. പറയോ? ഇല്ല സാർ, ഞാൻ ഈ ഉപകാരം ഒരിക്കലും മറക്കില്ല. എനിക്ക് കാശും പണമൊന്നും വേണ്ട. ആരെങ്കിലും എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? നന്ദി സ്നേഹവും മതി. കുട്ടി ഒരു കലാകാരിയല്ലേ, സഹകരിക്കുന്നതിൽ വിഷമൊന്നുമില്ലല്ലോ. വേണ്ട, എനിക്ക് നിങ്ങളുടെ ജോലി വേണ്ട. ഇയാളെ പറ്റി ഇങ്ങനെയൊന്നുമല്ല ഞാൻ കേട്ടിരുന്നത്. പിറ്റേന്ന് അയാളുടെ ആരോ വീട്ടിൽ വന്നു. അയാൾ അങ്ങനെ പെരുമാറിയ വിവരം പുറത്തു പറഞ്ഞാൽ എന്നെ കൊന്നുകളയെന്ന് ഭീഷണിപ്പെടുത്തി. ഞാൻ ആരോടും പറഞ്ഞില്ല. ജനസേവകൻ. ആ മുറി പോയിരുന്നു. അമ്പി,
ഇയാൾ കഥ കടച്ചിരുന്ന് ഉറങ്ങുകയാണ്. തമ്പി വെള്ളയച്ചനാ ഇതൊക്കെ ആ വിശ്വംബരന്റെ കൊടുത്തയച്ചാ പോരായിരുന്നു. താൻ രാവിലെ മൂടോട്ടാണെന്ന് വിശ്വംബരം എന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി തനിക്ക് എവിടുന്നോ ഒരു സാധനം വീണ് കിട്ടിയിട്ടുണ്ടെന്ന്. അതിലെ ഞാൻ തന്നെ വന്നത്. വാ. എന്നിട്ട് എവിടെ വരെ ആയി? കടലാസിലേക്ക് ആയി തുടങ്ങിയോ? ഇല്ല, ഇല്ലേ? ഒരു കഥാപാത്രം വന്ന് കയറിയിട്ടേ ഉള്ളൂ. ആണോ പെണ്ണോ? പെണ്ണ. ഹീറോയിനാ? ഉം. അപ്പൊ നമ്മുടെ വാസത്തിക്ക് ചെയ്യാമല്ലോ അല്ലേ? കഥ മുഴുവനാകുന്നതിന് മുമ്പാണോ ആർട്ടിസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്? മുഴുവനായില്ലേ? ഇല്ല. എന്നാ ആയിരത്തോളം പറ, കേട്ടുപോട്ടെ. അങ്ങനെ അങ്ങ് ഉറപ്പിച്ച് പറയാറായിട്ടൊന്നുമില്ല. എന്നാലും അതിന്റെ ഒരു തുടക്കം അതെങ്ങനെ വരും? ആ ഒന്ന് പറയാശാനെ, അത്യാഗ്രഹം കൊണ്ട് ചോദിച്ചു പോവുക. ഉം. ഒരു പെൺകുട്ടി. വ്യത്യസ്ത ജാതിയിൽപ്പെട്ടവരായിരുന്നു അച്ഛനും അമ്മയും. അച്ഛൻ വലിയൊരു ബിസിനസ്സുകാരൻ, അമ്മ സൊസൈറ്റി ലേഡി. പെൺകുട്ടി കോളേജ് പഠിക്കുന്നു. കഥ എഴുതും, കവിത എഴുതും. കവിത എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാട്ടാവാമല്ലോ. ആ, എന്നിട്ട് ചുരുക്കി പറയാം, അച്ഛന്റെ ബിസിനസ് പൊളിയുന്നു. ഉം. ദാരിദ്ര്യം. അമ്മ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഒളിച്ചോടി പോകുന്നു. ആ ഷോക്കിൽ അച്ഛൻ ആത്മഹത്യ ചെയ്യുന്നു. ഒറ്റയ്ക്കായ പെൺകുട്ടി ഒരു ജോലി തേടി അലയുന്നു. ജോലി കൊടുക്കാൻ പലരും തയ്യാറാണ്. പക്ഷെ അവർക്കൊക്കെ പകരം വേണ്ട. മനസ്സിലായി. പെണ്ണുങ്ങളുടെ കണ്ണു നനയാനുള്ള സാധനമൊക്കെ ആയി. ആ എന്നിട്ട് അവിടം വരെ ആയിട്ടുള്ളൂ. ഇവിടം വരെ ഓക്കെ, നമുക്ക് വേണ്ടല്ലോ, അതിനകത്തുണ്ട്. ബാക്കി നമുക്ക് വേറൊരു ലൈൻ ചിന്തിച്ചാലോ? എങ്ങനെ? അതായത് പ്രതികൂല സാഹചര്യങ്ങളുമായി പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഈ പെൺകുട്ടി ഒരു വേശ്യയായി മാറും. ആ, അത് വേണ്ട. അതെന്താ? അവൾക്കൊരു വേശ്യയാവാൻ പറ്റില്ല. അത് നമ്മളല്ലേ പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? അത് ഇയാളെന്നെ ചൂടാകുന്നേ, നമ്മുടെ സ്വന്തമൊന്നും അല്ലല്ലോ. അങ്ങനെ ഓരോ രാത്രിയും ഓരോ പുരുഷന്മാർ, ഓരോ സ്ഥലം. സുഖിക്കാൻ വേണ്ടിയല്ല, ജീവിക്കാൻ വേണ്ടി. അങ്ങനെ ഒടുവിൽ സമൂഹ മനസാക്ഷിയുടെ മുമ്പിൽ ഓ, എന്ത് വന്നാലും സമൂഹ മനസാക്ഷിയുടെ നെഞ്ചത്താണല്ലോ. അല്ല ശാനെ, ആ. സമൂഹ മനസാക്ഷിയുടെ മുമ്പിൽ അവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഓഹോ, അപ്പൊ സ്റ്റേജിൽ ഇങ്ങനെ ചോദ്യചിഹ്നം പോലെ നിൽക്കുമായിരിക്കും. പോടോ. ഏതായാലും താൻ ഇത്ര ഒപ്പിച്ചല്ലോ, നമുക്കൊരു സ്മാൾ അടിച്ചിട്ട് ചാപ്പാട് കഴിക്കാം. വേണ്ട പിള്ളേച്ച, ചാപ്പാടിയാൻ പിന്നെ കഴിച്ചോളാം. ഈ മൂഡിലൊരു പിടി പിടിച്ച കുറെ ഇഞ്ഞു പോരും. എന്നാ ഒരു കാര്യം ചെയ്യാം, തന്റെ പണി നടന്നോട്ടെ. ഞാൻ ഒരു സ്മാൾ ഫിറ്റ് ചെയ്തിട്ട് ആ മുറി കിടന്നു. ആ, അത് വേണ്ട. ഇന്ന് കളിയില്ല. അങ്ങനെയല്ല പിള്ളേച്ച, പിള്ളേച്ചൻ പോണം. ഇതെന്നും അടങ്ങി മുമ്പെങ്കിലും ഇല്ലാത്തൊരു ശീലം. ഞാനിപ്പോ എന്താ വേണ്ട, പോണോ? ആ, അതാ നല്ലത്. ശരി, തന്റെ ഇഷ്ടം. ഇത് വിടുന്നോട്ടെ. ഉം. അപ്പൊ ഞാൻ പോട്ടോ? ആ, ആ, വൈകിട്ട് വിശ്വംബരനെ അയക്കാം. ആ. ഓ, നീ പോര്. എന്റെ കഥയാണ് ഇപ്പോൾ നാടകമാക്കാൻ പോകുന്നത്. ഹേയ്, അത് ഞാൻ അയാളോട് വെറുതെ പറഞ്ഞതാ. വേറെ കഥയൊന്നും കിട്ടാത്തതുകൊണ്ട് കേട്ടൊരു കഥ പറഞ്ഞതേ ഉള്ളൂ. എഴുതിക്കോളൂ, എനിക്ക് വിരോധമൊന്നുമില്ല. ബാക്കി കൂടി കേട്ടാൽ ചിലപ്പോ സാർ ഇക്കഥ തന്നെ എഴുതിയെന്ന് വരും. ബാക്കിയോടെ കേക്കട്ടെ. കടക്കാരെല്ലാവരും ചേർന്ന് വീട് ജപ്തി ചെയ്തു. ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല. എന്നെയും എന്റെ സഹോദരനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. അവൻ ഏതോ കൂട്ടുകാരുടെ കൂടെ താമസമാക്കി. എനിക്ക് ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ താൽക്കാലികമായൊരു ജോലി കിട്ടി. അവിടെ നിന്ന് ശമ്പളമൊന്നും പറഞ്ഞ് വല്ലപ്പോഴും എന്തെങ്കിലും കിട്ടിയാലായി. കോളേജിനടുത്തുള്ള ഒരു ഹോസ്റ്റലിലായിരുന്നു ഞാൻ താമസിച്ചിരുന്നത്.